ഹായ് ഹലോ. ഇന്നാണെങ്കിൽ റിവ്യൂ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് ഒരു സൺഡേ ഈവനിങ് വ്ളോഗാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നതും കുഞ്ഞിനെ ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്യുന്നതും പിന്നെ എനിക്ക് 2-3 ഡ്രസ്സുകൾ എടുക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ, പുതിയ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം എന്നൊക്കെ. അപ്പം അത് ചില സമയത്തങ്ങ് മടിക്കും, പോകാനൊക്കെ അങ്ങ് മടിയായിട്ടിരിക്കും. അപ്പം അന്നേരം ഇങ്ങനെ പറഞ്ഞു, നമുക്കിന്ന് ഈവനിങ് കുഞ്ഞിനെ വിളിക്കാൻ പോകുമ്പം നമുക്ക് ഷോപ്പിൽ പോകാം, എന്നിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ, പോകാം എന്നോർത്തു. അങ്ങനെ പോകാൻ ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ജംഗ്ഷനിലുള്ള ആ സ്ഥലമാണത് കേട്ടോ, ബ്രിംലി എന്ന് പറയും. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണം. അടുത്താണ് കുഞ്ഞിൻ്റെ ഡേ കെയർ. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 15 മിനിറ്റ് യാത്ര അത്രേ ഉള്ളൂ. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പം അവിടെ പോകാം എന്നാണ് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി കടകളെ വെച്ച് നോക്കുമ്പോൾ കുറേ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ബാക്കി ഷോപ്പിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം വിലയും കുറവാണ്, അത്യാവശ്യം വിലക്കുറവാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുമാണ്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ അവിടെ പോകാം. ജസ്റ്റ് കാഷ്വൽസ്, വീട്ടിലിടുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, നൈറ്റ് വെയേഴ്സ് അങ്ങനെയൊക്കെ. അപ്പം നോക്കാം എന്നോർത്തു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. അവിടെ കണ്ട ഒരു തമിഴ് ആൾക്കാരുടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അവിടെ പോയിട്ടില്ല, പക്ഷെ അവിടെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ഇതായി ഞങ്ങൾ സ്ഥലമെത്തി. ഇതെന്ന് പറയുന്നത് നെയിൽസൺ എന്ന് പറയും. അവിടെ നമുക്കൊരു ലേബൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്നാണ് ഓർത്തത്. അത് ഡേ കെയറിൻ്റെ അടുത്തുമാണ്, കുഞ്ഞിൻ്റെ ഡേ കെയറിൻ്റെ അടുത്ത്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി കുഞ്ഞിൻ്റെ ഡേ കെയർ. ഇപ്പോൾ ഒരു ടൈം ഒരു ഏകദേശം 4 മണി കഴിഞ്ഞു. അവൻ്റെ ഡേ കെയർ 5 മണി വരെ, 5 മണിയില്ല 6 മണി വരെ. 5 മണിയാകുമ്പോഴാണ് നോർമലി നമ്മൾ കുഞ്ഞിനെ പിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് ലേബൽസ്. അങ്ങനെ അവിടെ ചെന്നു. ഇനി ലേബലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് ലേബലിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കണ്ടോ, ഇതേപോലത്തെ മാക്സി, നൈറ്റികൾ, ഗൗണ് അങ്ങനെയൊക്കെ കിട്ടും. എനിക്കപ്പോൾ ഇതുപോലൊക്കെ ഉള്ളത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ റോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഭയങ്കര ടൈറ്റാണ്. എനിക്ക് അളവ് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. ഞാൻ പക്ഷേ അതിൻ്റെ പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പം എപ്പോഴെങ്കിലും അവൈലബിൾ ആകുമ്പം വാങ്ങാൻ വേണ്ടി. പിന്നെ കുറേ ഇതുപോലെയൊക്കെ ഉള്ള പാൻസും ഒക്കെ. ഇപ്പോൾ വിൻ്റർ ആവുമല്ലോ, അപ്പം തണുപ്പായി വരുമ്പോഴത്തേന് ഇവരിത് മാറ്റും, ഇത് ഫുള്ള് മാറ്റി. കണ്ടോ, ഞാനത് വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2-3 ഡ്രസ്സ് ഞാൻ എടുത്തു, ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്. അപ്പോൾ അത് എന്നിട്ട് ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അതിൽ പക്ഷേ എനിക്ക് സൈസ് ഞാൻ എടുത്തതൊരു എക്സലോ അല്ല ലാർജോ എടുത്തത്. അപ്പോൾ എനിക്ക് അത്ര വേണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ വൈറ്റ് മാത്രം എടുത്തു, പിന്നെ ഒരു ഷ്രഗും എടുത്തു അതിൻ്റെ കൂട്ടത്തിലിടാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ ബില്ല് ചെയ്തു. പിന്നെ ഇച്ചയ്ക്കൊരു ഷോർട്സ് പോലുള്ളൊരു സാധനം ഇങ്ങനെ വീട്ടിലിടാൻ വേണ്ടി അതും വാങ്ങിച്ചു. ഇതാണ് ഇന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനം. ഡ്രസ്സ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ വഴിയേ ഞാൻ കാണിക്കാം. അത് ഇവിടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പം അപ്പം ഞാൻ അതിനു വേണ്ടി എടുത്ത ഡ്രസ്സാണ് ആക്ച്വലി അത് കേട്ടോ. അതെനിക്ക് ഞാൻ അവിടെ അതിനു വേണ്ടി എടുക്കാൻ പോയതല്ല, പക്ഷെ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ അത് അതിനു വേണ്ടി ഇടാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ കളറ് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഷ്രഗും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് നല്ല മഴയായി. അത്യാവശ്യം ഇന്ന് ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചൂടിൽ നിന്നൊക്കെയുള്ളൊരു ഇച്ചിരി ഒരു ആശ്വാസം കിട്ടി. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ അടുത്തോട്ട്. അങ്ങനെ കുഞ്ഞിനെ വിളിച്ചു. കുഞ്ഞിനെ വിളിക്കുന്ന അവൻ്റെ ഡേ കെയർ ആണ് കേട്ടോ. നമുക്ക് ഡേ കെയറിൻ്റെ ഉള്ളിലൊന്നും ഫോണ് എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല. ഇതവനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇറങ്ങി ഇനിയിപ്പം നേരെ ചർച്ചിൽ പോകണം.
പിന്നെ എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. അത് നിങ്ങൾ ഷോർട്സിൽ ചിലപ്പം കണ്ടു കാണും. അപ്പം അങ്ങനെ. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോഴത്തേന് ഈവനിങ് ഒക്കെ ആയി. കുഞ്ഞിനെ പിക്ക് ചെയ്തപ്പോൾ ഇച്ചിരി ലേറ്റായി, ഒരു 5 മണി 5:15 ആയി. അവനപ്പോഴത്തേന് വിഷമമൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കറങ്ങി അങ്ങ് ചെന്നപ്പോഴത്തേന് ഇച്ചിരി ലേറ്റായിപ്പോയി. പിന്നെ എന്നിട്ട് നേരെ ഇവിടുന്ന് നേരെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഒരു ഷോപ്പുണ്ട്, അവിടോട്ട് പോയി ഗ്രോസറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ അത് ഞങ്ങളിവിടെ വീക്കിലിയാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അത് മോസ്റ്റ്ലി വീക്ക്ലിയാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും മീറ്റും ഒക്കെ നമുക്ക് എടുക്കാമല്ലോ. മറ്റേന്ന് പറയുന്നത് ഇങ്ങനെ മാസങ്ങളോളം വെച്ച് കഴിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പം ഞങ്ങൾ വീക്ക്ലി പർച്ചേസ് ചെയ്യും. എന്നിട്ട് വീക്ക്ലി അത് കൊണ്ടുവരുന്നതിൻ്റെ അന്ന് തന്നെ പ്രെപ്പ് ചെയ്ത് വെക്കും, മീൽ പ്രെപ്പ് ചെയ്ത് വെക്കും. ചിലപ്പം മീൽ 2-3 ദിവസത്തേക്കിനുള്ളത് നമ്മൾ ആക്കിയും വെക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുള്ളാണ്, കുറച്ചും കൂടെ ലൈഫ് ഈസി ആക്കാൻ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത് മെയിനായിട്ടും അന്ന് തന്നെ അങ്ങ് ചെയ്യും. ഇപ്പം മോസ്റ്റ്ലി നമ്മൾ സൺഡേ ഓർ മൺഡേ ഒക്കെയാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അതും അങ്ങ് ചെയ്യും. അങ്ങനെ നമ്മൾ ആ കടയിലെത്തി. അവിടുന്ന് ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ആപ്പിളും പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ. അപ്പം ഇപ്പം ഞാൻ വീക്ക്ലി ഒരു 2 to 3 ടൈംസ് കരിക്ക് കുടിക്കും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ എടുക്കുവാണ് കരിക്കൊക്കെ. പിന്നെ കണ്ടോ തണ്ണിമത്തങ്ങ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലായിടവും ഇപ്പോൾ എല്ലാം കിട്ടും. പിന്നെ ഇതൊക്കെ നമ്മുടെ പച്ചക്കറി ഐറ്റംസൊക്കെ. അതിൽ നിന്ന് എനിക്ക് വേണമെന്നൊക്കെ ഞാൻ എടുക്കും. ഞാൻ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വലിച്ചു വാരി എടുക്കില്ല, കാരണം ഓരോ വീക്കിൽ ആവശ്യമുള്ള സാധനം മാത്രമേ എടുക്കാറുള്ളൂ. പെൻഡിങ് വെക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ബീട്രൂട്ട് വേണമെന്ന് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് എടുത്തു. പിന്നെ കുഞ്ഞിന് ബനാന അത്യാവശ്യം അവന് നല്ല ഇഷ്ടമാണ്, അപ്പം ബനാന എടുത്തു. പിന്നെ അത് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് കിട്ടുന്ന ബനാന നല്ലതാണ് കേട്ടോ, ചിലപ്പം കൊള്ളത്തില്ല. എനിക്കാണെങ്കിൽ ബനാന നമ്മൾ കുറച്ചിങ്ങനെ എന്താ പറയുക, അതിനകം കല്ലിക്കാതിരിക്കുന്ന ബനാന അതൊക്കെ ഇഷ്ടം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുത്തു, 2-3 എടുത്തു. ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലും ബനാന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കുറച്ച് ഉണ്ടല്ലോ, അപ്പോൾ ഒത്തിരി വേണ്ട വെച്ചിട്ടൊരു 3 അത്ര എങ്ങാണ്ട് ബനാന ഞാൻ എടുത്തുള്ളൂ നമ്പർ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പച്ചക്ക, എനിക്ക് പക്ഷേ അത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഇതുപോലെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ അങ്ങോട്ടങ്ങോട്ട് നീങ്ങുമ്പം കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് നാട്ടിലെ പോലെ തന്നെ എല്ലാം അവൈലബിളാണ്. നാട്ടിൽ പണ്ടൊക്കെ എന്താ പറയുക, നാട്ടിൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം നമുക്ക് എല്ലാം അവൈലബിളാണ്. ഇത് നമ്മുടെ മറ്റേ പൂവമ്പഴം ഇല്ലേ, ചെറുത്, അതാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഞാലിപ്പൂവൻ എന്ന് പറയും. എല്ലായിടും അതാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ക്യാബേജ്, പിന്നെ സെലറി, അങ്ങനെയൊക്കെ. സെലറി ഒന്നും നമ്മളങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചീര എടുത്തു, കുറച്ച് ഒരു ബാഗിൽ ചീര വാങ്ങിച്ചു. അത് കണ്ണൂർ ചീര എന്ന് എഴുതി വെച്ചേക്കുന്നത്. മോനാണെങ്കിൽ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെയായി കാണിക്കണേന്ന്, എന്തൊക്കെയാണ് വാങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ആളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇത് പിന്നെ മറ്റേ ചിക്കനും ബീഫും അങ്ങനെ ആ ഒരു ഏരിയ. പിന്നെ പ്രൊഡ്യൂസിന് ഏരിയ കഴിഞ്ഞു. അടുത്തത് ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങാറുമില്ല, യൂസ് ചെയ്യാറുമില്ല കേട്ടോ. എന്നാൽ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രീതിയിലുള്ള ഫുഡ് വെപ്പൊക്കെയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വേറെ പച്ചക്കറിയൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ ചിക്കൻ എടുത്തു, ചെറിയൊരു ബീഫിൻ്റെ ട്രേ എടുത്തു. അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പയ്യെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഫിഷിൻ്റെ ഏരിയ കാണാം, മീറ്റിൻ്റെ ഏരിയ ഒക്കെ കാണാം. നമ്മൾ മോസ്റ്റ്ലി ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓൾറെഡി നമ്മൾ എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ നമുക്ക് അവർ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരുന്ന ഏരിയയാണ് കേട്ടോ ഇത്. ഞാനങ്ങനെ മീൻ വാങ്ങിച്ചായിരുന്നു, ആവോലി,
ഇവിടുത്തെ ഉണ്ടോ ഇതിന് താഴെ, പക്ഷേ വീഡിയോയിൽ എത്രയും ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് താഴെ കാണും, ജീവനുള്ളത് കേട്ടോ, ലൈവായിട്ടുള്ളത്. അത് ഞാനതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തിലോപ്പിയ ആണ്, എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല. അത് ഫ്രഷ് ഫിഷാണ്, നമുക്ക് അപ്പം തന്നെ അവർ പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും. ഞാൻ മെയിനായിട്ടും ഇവിടെ വാങ്ങുന്നത് ആവോലി, അതായത് പോംഫ്രെറ്റ്, അത് വാങ്ങിക്കും. അത് യെല്ലോയും ബ്ലാക്കും ഉണ്ട്, അത് മാറിയും തിരിഞ്ഞും വാങ്ങിക്കും. പിന്നെ മറ്റേ നെയ്മീനുണ്ടല്ലോ, അത് വാങ്ങും, അതിൻ്റെ സ്റ്റീക്ക് അത് വാങ്ങിക്കും. പിന്നെ മത്തി, അയല, അങ്ങനെ ചുമന്ന മീൻ, അങ്ങനെ കാണുന്ന എനിക്ക് പരിചയമുള്ളതൊക്കെ ഞാൻ വാങ്ങാറുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിഷ് അവൈലബിൾ ആണ്, ഫിഷ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ, അപ്പം അതുകൊണ്ട് ഭയങ്കര ഒരു നല്ലതായിട്ട് തോന്നി. അങ്ങനെ വാങ്ങേണ്ടവർക്ക് വാങ്ങിച്ച് നമുക്ക് എന്താ പറയുക, ഈ പുതിയ പുതിയ ടേസ്റ്റുകളൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ. കുറേ ഉണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഞാൻ അതിലൊന്നും അത്ര എക്സ്പേർട്ടല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കാറില്ല അങ്ങനെ. പിന്നെ ഉള്ളത് പിന്നെ തേങ്ങ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വേണമായിരുന്നു എനിക്ക് പാക്കറ്റിൽ, ഫ്രോസൺ സാധനങ്ങൾ. അപ്പം ഞാൻ അതൊക്കെ വാങ്ങിച്ചു, അവിയൽ മിക്സ്, സാമ്പാർ മിക്സ്, അങ്ങനെയൊക്കെ. പിന്നെ കുഞ്ഞിന് കുറച്ച് സ്നാക്സ് പോലെ ബ്രെഡും ചപ്പാത്തിയും, അങ്ങനെ അവനങ്ങനെ ഞാൻ പ്രത്യേകിച്ച് സ്നാക്സ് ആയിട്ടൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ കൊടുക്കും, അതേ ഉള്ളൂ. അല്ലാണ്ട് അവന് പ്രോപ്പറായിട്ട് അവന് ഫുഡ് ഞാൻ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ കൊടുക്കുക ചെയ്യാറ്. അല്ലാണ്ട് പുറത്തു നിന്നുള്ള ഫുഡുകൾ, സ്നാക്സൊക്കെ ഒത്തിരി കുറവാണ്, അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം അവന് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായാലും തന്നെ ഇതെല്ലാം പുള്ളി കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന വരെ നോക്കാം, അത് കഴിയുമ്പോൾ അവർ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കട്ടെ എന്ന് ഓർത്തു. ഓക്കെ, അങ്ങനെ ചപ്പാത്തി മീൻസ് റൊട്ടി, വീറ്റിൻ്റെ റൊട്ടിയെ ഞങ്ങൾ പൊതുവെ വാങ്ങിക്കാറ്, അപ്പോൾ അതെടുത്തു. പിന്നെ വീറ്റ് ബ്രെഡ്, പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, പിന്നെ ഹെൽത്തി ആയതുകൊണ്ട് ഞാനങ്ങ് വാങ്ങുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ട്രേ എഗ്ഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെടുത്തു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനും ഉള്ള കുറച്ച് സ്നാക്സും എടുത്തു. അപ്പോൾ അതാണ് ഈ ആഴ്ചയിലെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡേ ആണ് സൺഡേ ഈവനിങ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, ഇതുപോലൊക്കെയുള്ള ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യുന്നതും, അങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സമയം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ പിക്കിൾ തീർന്നായിരുന്നു, അപ്പം ഞാൻ പിക്കിളിടാനൊരു ഭയങ്കര ഒരു മടി, അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു ബോട്ടിൽ വാങ്ങാമെന്ന്. അങ്ങനെ പിക്കിൾ ഞാൻ നോർമലി പിക്കിളിട്ട് വെക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഓർത്തു ഈ മദേഴ്സിൻ്റെ നല്ലതാണ്, അത്യാവശ്യം നല്ലതാണ്. ഷാൻ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ, അത് കൊള്ളൂല്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കില്ല കേട്ടോ, അത് ഒരു കാശിനും കൊള്ളത്തില്ല. ഞാൻ 1-2 ട്രിപ്പ് ഞാനത് ട്രൈ ചെയ്തു, അതിൻ്റെ പലത്, പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡും കിട്ടും കേട്ടോ. രസം പൗഡർ, കിച്ചൺ ട്രഷർ, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിഷ്, ചിക്കൻ, മീറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും, പിന്നെ വേറെ നാടുകളിൽ കിട്ടുന്ന എല്ലാ സാധനവും അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് പിന്നെന്താ സെർച്ച് ചെയ്ത് എടുക്കണം എന്നേ ഉള്ളൂ, എവിടെയാണെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചൊക്കെ എടുക്കണം പയ്യെ, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബില്ലടിക്കാൻ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നു. ഇവിടെ നമുക്ക് സെൽഫായിട്ട് ബില്ലടിക്കാൻ പറ്റും, അത് വാൾമാർട്ടിൽ അങ്ങനെയൊക്കെ പറ്റും, ഇവിടെ പറ്റില്ല കേട്ടോ, ഈ കടയിൽ പറ്റത്തില്ല. നമ്മൾ പറക്കി ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് പുള്ളിക്കാരി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇന്നത്തെ ഡേ ഇപ്പോൾ ഏകദേശം ഒരു സമയം എനിക്ക് തോന്നുന്നു 8:30, 8:45 ഒക്കെ ആയി രാത്രി, അത്ര സമയത്തോളം ആയിട്ടുണ്ട്. ഇനിയും വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ പറക്കി അടുക്കി വെക്കണം. പിന്നെ കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്ത്, ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പ്രെപ്പ് ചെയ്ത് വെക്കണം, കുഞ്ഞിനെ ഉറക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഇന്നത്തെ ഡേ അവസാനിപ്പിക്കാൻ. വീട്ടിലൊക്കെ വിളിക്കണം.
ഞങ്ങൾ യൂഷ്വലി വീട്ടിൽ വിളിക്കുന്നത് ഈവനിങ് ടൈമാണ്. അത് നമ്മൾ കുറച്ച് ഫ്രീ ആവും, അവരും കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യണം. പിന്നെ ഇത് ഒരു കൺഫ്യൂഷൻ വന്ന പുള്ളിക്കാരി ഇങ്ങനെ, ഞാൻ 2 കോക്കനട്ട് വാങ്ങിച്ചു, ടെൻഡർ കോക്കനട്ട് 2 എണ്ണം. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമേ പുള്ളിക്കാരി ബില്ലടിച്ചിട്ടുള്ളായിരുന്നു, അപ്പോൾ ഒന്നടിച്ചില്ല. അപ്പോൾ അത് വീണ്ടും സെക്കൻഡ് ബില്ലായിട്ട് അതിനെ വീണ്ടും അടിച്ചു. അപ്പോൾ അതാണ് ഇങ്ങനെ അവിടെ ഒരു കൺഫ്യൂഷൻ പോലെ നിന്നത്. പിന്നെ ഞങ്ങൾ നേരെ പുറത്തോട്ടങ്ങ് ഇറങ്ങുമായിരുന്നു. കുഞ്ഞുമണി അപ്പോഴത്തേനും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. സമയം കുറച്ചായല്ലോ. പിന്നെ ഡേ കെയറിൽ നിന്ന് വന്നിട്ട് ആൾ റെസ്റ്റ് എടുത്തില്ല, നേരെ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് ഇങ്ങ് വരുമായിരുന്നു. അപ്പം ആൾക്ക് കുറച്ച് ടയേർഡായിരുന്നു ഇന്ന്. അപ്പം അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്ന് വന്നിട്ട് കുറച്ച് സമയം, ഒരു 1.5 hour വൈകിട്ടും ഉച്ചയ്ക്ക് ഓൾറെഡി അവൻ അവിടെ ഉറങ്ങും. പിന്നെ വൈകിട്ടും വീട്ടിൽ വന്നിട്ട് ഇച്ചിരി ഒന്ന് ഉറങ്ങാനൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇന്ന് പറ്റിയില്ല. ഇന്ന് പപ്പയും മമ്മിയുടെ കൂടെയൊക്കെ ഇങ്ങനെ കറക്കമായതുകൊണ്ട് ഇന്നത് പറ്റിയില്ല. അതിൻ്റേതായിട്ടുള്ള ടയേർഡ്നെസ്സൊക്കെ ഉണ്ട് ഫേസിൽ. എന്തായാലും ഇനിയും കൊണ്ടുപോയി ജസ്റ്റ് അവനെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി അങ്ങ് കിടത്തി ഉറക്കും, ഫുഡ് കൊടുത്തിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഇനി പരിപാടി. ഇതിപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നമ്മുടെ അവിടെ തന്നെയാണ് വണ്ടി ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരം പോകാനൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഇറങ്ങി, അവിടെ കണ്ട് ഇരുട്ടായി. പിന്നെ ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോവാണ്. അതാണ് ഇന്നത്തെ ഒരു ഈവനിങ്. അത്യാവശ്യം ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫിൽറ്റർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുമില്ല, ഒന്നും കളഞ്ഞിട്ടുമില്ല. അപ്പം നമ്മുടെ ഫാമിലിയല്ലേ, നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഈവനിങ്. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ, എല്ലാ ദിവസവും ഡിഫറെൻ്റാണ്. എന്നാൽ എല്ലാ സൺഡേയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ വീട്ടിലോട്ട്. ഞങ്ങൾ ആദ്യം താമസിച്ചിട്ട് അവിടെ അടുത്തായിരുന്നു, ഭയങ്കര അടുത്തായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ അവിടെ നിന്ന്. പിന്നെ താമസിച്ചിടം അവിടെ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ വീട് വാങ്ങിച്ചത് ഇച്ചിരി മാറി അങ്ങോട്ട് വാങ്ങിച്ചത്. ഒത്തിരി ദൂരമില്ല, എന്നാൽ കുറച്ച് അടുത്തുമാണ് ഇച്ചിരി. എന്നാൽ പോവും, മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി പോകണം. അങ്ങനെ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സൺഡേ ഈവനിങ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു ദിവസം കാണാം. ബൈ.